നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 20. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. കർമ്മഫലത്തെ ഉപേക്ഷിച്ച് ആത്മാനന്ദത്തിൽ തൃപ്തനായി ആരെയും ഒരു കാര്യത്തിനും ആശ്രയിക്കാത്ത ജ്ഞാനി കർമ്മത്തിലേർപ്പെട്ടിരിക്കുന്നു എങ്കിലും അദ്ദേഹം ഒന്നും തന്നെ ചെയ്യുന്നില്ല. കർമ്മഫലത്തോടുള്ള ആസക്തി ഉപേക്ഷിച്ച് സ്വന്തം ഉള്ളിൽ തൃപ്തനായി ബാഹ്യമായ യാതൊന്നിനെയും ആശ്രയിക്കാതെ ജീവിക്കുന്ന ഒരാൾ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നാലും അവൻ ഒന്നും ചെയ്യാത്തവനെ പോലെ കർമ്മബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ നിഷ്കാമ കർമ്മയോഗത്തിൻ്റെ രഹസ്യമാണ് വെളിപ്പെടുത്തുന്നത്. സാധാരണ മനുഷ്യർ ലാഭമോ പ്രശസ്തിയോ ഫലമോ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുമ്പോൾ ജ്ഞാനിയായ വ്യക്തി സ്വന്തം കർത്തവ്യം മാത്രമായി ഇതിനെ കാണുന്നു. ഇത്തരം വ്യക്തികൾക്ക് ജയപരാജയമോ ലാഭനഷ്ടങ്ങളോ മനഃശാന്തിയെ ബാധിക്കില്ല. ശരീരവും മനസ്സും കൊണ്ട് പ്രവർത്തനം നടത്തുമ്പോഴും കർത്തൃത്വബോധം, അതായത് താനാണ് ചെയ്യുന്നത് എന്ന അഹങ്കാരം ഇല്ലാത്തതിനാൽ അവരുടെ കർമ്മങ്ങൾ അവരെ ബന്ധിപ്പിക്കുന്നില്ല. നിത്യതൃപ്തൻ എന്നത് പുറമേയുള്ള നേട്ടങ്ങളിലല്ല, ഉള്ളിലെ ശാന്തിയിലും ആത്മസംതൃപ്തിയിലും സന്തോഷം കണ്ടെത്തുന്നവനാണ്. നിരാശ്രയൻ എന്നത് ആരെയും ആശ്രയിക്കരുത് എന്നല്ല, തൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും മറ്റുള്ളവരെയോ വസ്തുക്കളെയോ ആശ്രയിക്കാത്തവൻ എന്നാണ്. ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ആന്തരിക സംതൃപ്തിയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഹരേ കൃഷ്ണ. നന്ദി.